സാന്ത്വനത്തിൽ മാമൻ്റെ സംഗീതത്തിന് ഒരു അടിപൊളി റെഡ് കളർ ലാച്ച വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആല ഡിസൈൻസ് ചെയ്തു തന്നതാട്ടോ ഇത്. എനിക്ക് അവരുടെ ഡിസൈൻസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിരിക്കും, ഭയങ്കര ക്ലാസി ഡിസൈൻ ആയിരിക്കും കേട്ടോ. ഇതൊക്കെ ബീഡ്സ് നല്ല ചില്ലി റെഡ് കളറിലാട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത് കാണുന്നുണ്ട് ആ ബീഡ്സിൻ്റെ കളർ ഷെയ്ഡൊക്കെ കൊണ്ടിട്ട്. പിന്നെ ഓർണമെൻറ്റ്സ് തന്നത് ചിക് ഷൈൻ ജ്വൽസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ. അവിടെ റെൻറ്റലിനും ഒരുപാട് ഡിസൈൻസും ഓർണമെൻറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ മൊത്തത്തിൽ റെഡി ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഫോട്ടോ സെക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ വന്നായിരുന്നേ. ഈ ചെടി ഞാൻ എൻ്റെ പഴയ വീട്ടിലുണ്ടായിരുന്നേ. ഞാൻ സീതമുടി ചെടി എന്നാട്ടോ വിളിക്കുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്തെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്? റെഡി ആയി കഴിഞ്ഞ് അവിടെ ഹാളിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചുമപ്പിൽ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഫ്രെയിമൊക്കെ നോക്കിയപ്പോഴത്തേനും അതിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ വരുന്ന എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ കാണിച്ച ആരാന്നറിയാവോ? ഒരാളിവിടെ പതുങ്ങിയിരിപ്പുണ്ട് കേട്ടോ. ആ സ്കേർട്ടിൻ്റെ ചൂട് പറ്റിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കാരണം അന്നത്തെ ദിവസം നല്ല തണുപ്പായിരുന്നു ട്രിവാൻഡ്രത്തിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു തണുപ്പിലൊക്കെ സുഖം പിടിച്ചങ്ങനെ ഇരിക്കുക കേട്ടോ. പോന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നില്ല പാവം പൂച്ചക്കുട്ടൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ വന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ ലോൺ ഏരിയ ആണ് ഇത്, റിസോർട്ടിൻ്റെ. നോക്കിയപ്പോഴത്തേനും ഒരാൾ അവിടെ ഇരുന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് കൊളാക്കിയാലോ എന്ന് വിചാരിച്ചേ. അങ്ങനെ ഷൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അവിടെ ട്രിവാൻഡ്രത്തുള്ള ഒരു റിസോർട്ടിലായിരുന്നു കേട്ടോ ഷൂട്ടൊക്കെ. അപ്പം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത ഒരു എപ്പിസോഡ്സ് ആയിരുന്നു ഇതൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും വരുന്ന എപ്പിസോഡ്സ് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.